ദൈവനാമത്തിന് മഹത്വം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം അതിന്റെ 26 വാക്യം. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. യേശുക്രിസ്തു തന്റെ വേർപാടിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും മാർഗനിർദ്ദേശവും തന്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന വാക്കുകളാണ് ഈ ഒരു ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പലപ്പോഴും നാം വെല്ലുവിളികളൊക്കെ നേരിടുന്ന സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഉപദേശം നമുക്ക് ലഭിക്കും. നാം ഒറ്റയ്ക്കായി പോകുകയില്ല. ഒരു ഗൈഡായിട്ട് അല്ലെങ്കിൽ ഒരു മെന്ററായിട്ട് പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വാഗ്ദാനമാണ് യേശുക്രിസ്തു നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം പുത്രനായ യേശുവിന്റെ നാമത്തിൽ അയക്കുമെന്ന് ഈ ഭാഗം രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ആദ്യ ഭാഗം നമുക്ക് നോക്കുമ്പോൾ അറിയാം, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. അപ്പൊ യേശു എന്താണ് പറയുന്നത്? പിതാവായ ദൈവം പുത്രനായ യേശുവിന്റെ നാമത്തിലാണ് ആരെ അയക്കുന്നത്? പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്. അവിടെയും തൃത്വത്തിന്റെ ഒരു പ്രാധാന്യം നമുക്ക്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവം, തൃത്വത്തിന്റെ ഒരു പ്രാധാന്യം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് തന്റെ ജനത്തെ എങ്ങനെ കരുതിയോ ആ ഒരു സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്, ജനങ്ങളോട് നേരിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങളിൽ അവർക്ക് എന്താണോ അവരുടെ ആവശ്യം അവയിലൊക്കെ കൂടെ ഇരുന്നിട്ടുണ്ട്. സൗഖ്യദായക ശുശ്രൂഷകൾ നടത്തിയിട്ടുണ്ട്, വിടുതൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ ആശ്വാസമാകേണ്ടവർക്ക് ആശ്വാസമായിട്ടുണ്ട്. കൂടെ നടന്ന് സംസാരിച്ച ഒരു കർത്താവാണ് നമുക്കുള്ളത്. ആ ഒരു കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് നാം അനുഭവിക്കുന്നത് നമ്മുടെ പരിശുദ്ധാത്മാവിലൂടെയാണ്. ആ പരിശുദ്ധാത്മാവിനെ ആരാണ് നമുക്ക് നൽകുന്നത്? പിതാവ് ആരുടെ നാമത്തിലാണ് നൽകുന്നത്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു എങ്ങനെ നമ്മൾ ഈ ജനത്തെ, ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ജനത്തെ കരുതിയോ അതേ കരുതൽ ഇന്ന് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാകും എന്നുകൂടി ഈ ഒരു ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് വായിക്കുമ്പോൾ അതിന്റെ രണ്ടാമത്തെ ഒരു സെക്ഷൻ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. എന്താണ് യേശുക്രിസ്തു നമ്മോട് പറഞ്ഞേച്ചു പോയത്? പല ടീച്ചിങ്സും, പല ദൈവവചനങ്ങളും, പല കാര്യങ്ങളും യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ തന്റെ ജനത്തെ, പ്രത്യേകിച്ച് ശിഷ്യന്മാരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടീച്ചിങ്സ് ഒക്കെയും ഇന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവിന്റെ സംസർഗത്തിലൂടെയും സാന്നിധ്യത്തിലൂടെയുമാണ്. തിരുവെഴുത്തുകളെ മനസ്സിലാക്കി തരുന്നുണ്ട്. തിരുവെഴുത്തുകളുടെ ആഴമേറിയ അർത്ഥം നമുക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവിന്റെ സംസർഗം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ്. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ ആഴങ്ങളിൽ നിന്നുകൊണ്ട് അനുഭവിക്കുമ്പോഴാണ് ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ, ക്രിസ്തു പറഞ്ഞിട്ട് പോയ പല തിരുവെഴുത്തുകളെ നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട്, ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും നമുക്ക് ചില തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ അത് പരിശുദ്ധാത്മാവ് നമ്മെ പിന്തിരിപ്പിക്കുക. നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ചിന്തകളൊക്കെ കടന്നു വരാറുണ്ട്. അത് തെറ്റാണ്, നമ്മളത് ചെയ്യാനായിട്ട് പാടില്ല. അത് ഓർമ്മിപ്പിച്ചു തരുന്ന ചില വചനങ്ങൾ, യേശുക്രിസ്തുവിന്റെ ചില വചനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്കിങ്ങനെ ഓർമ്മിപ്പിച്ചു തരും, തെറ്റുകൾ ചെയ്യാതിരിക്കാൻ. അതുപോലെ ചില വേദനയുടെ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അവിടെ ആശ്വാസമായിട്ട് കർത്താവിന്റെ വചനങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമുക്കത് ഓർമ്മിപ്പിച്ചു തരും. ചില നിർണായക തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയും ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ യേശു ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ നമ്മെ ഒറ്റയ്ക്ക് വിട്ടിട്ടല്ല പോയത്. നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്ന, തന്റെ ജനത്തോട് നേരിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന, അവർക്ക് ആശ്വാസമായിരുന്ന, അവർക്ക് വിടുതൽ നൽകിയ, രോഗസൗഖ്യം നൽകി, അവരുടെ വേദനകളിൽ അവരോട് കൂടെ ഇരുന്ന കർത്താവായ യേശുക്രിസ്തു അതുപോലെ അതേ രീതിയിൽ നമ്മോട് ഇടപെടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പരിശുദ്ധാത്മാവിനെ തന്നിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് പോകുന്നത്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഇന്നും നമ്മോട് കൂടെ കർത്താവിന്റെ വചനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും നമ്മോട് കൂടെ വസിക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കണം. അതിനായിട്ട് നാം നമ്മുടെ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ക്രിസ്തീയ മൂല്യങ്ങളെ ആ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മിപ്പിച്ച് നൽകുന്നുണ്ട്. ആ ക്രിസ്തീയ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, നിറസാന്നിധ്യം, ആ സത്യത്തിന്റെ ആത്മാവ് നമ്മെ വഴി നടത്തും.
ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടപെടും, നമ്മോട് സംസാരിക്കും, നമുക്ക് ആശ്വാസദായകനായിട്ട് മാറ്റപ്പെടും. ആ ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാനും അതുപോലെ തന്നെ ആ സത്യത്തിന്റെ ആത്മാവ് നമ്മെ വഴി നടത്താനും നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.